എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൂടി തന്നേക്കണം കേട്ടോ. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, അസൂയയ്ക്കും കുശുമ്പിനും കഷണ്ടിക്കും ഒന്നും മരുന്നില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, പണ്ട് കാലത്തെ ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ചൊല്ലാണ്. ആ ഒരു ചൊല്ല് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം, തലമുടി ഇപ്പോൾ കഷണ്ടി ആണെങ്കിൽ മുടി വച്ചുപിടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ എന്നാൽ പോലും കഷണ്ടി വന്ന ആളിന് നാച്ചുറലായിട്ട് മുടി വളരില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് അസൂയയുടെയും കുശുമ്പിന്റെയും കാര്യം. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളിൽ പലരും തെറ്റിദ്ധരിക്കാം, പാവം കുട്ടിയെ പറ്റിയിട്ടായിരിക്കാം ഞാൻ പറയാൻ പോകുന്നതെന്ന്. അല്ല കേട്ടോ, പാവം കുട്ടിയെ ഞാൻ തൽക്കാലം വിട്ടിരിക്കുകയാണ്, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ പാവം കുട്ടിയെ പറ്റിയിട്ടൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെ. അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കണ്ട് കേട്ട് വളരെ ഇഷ്ടപ്പെട്ട് നമ്മൾ ആരാധിച്ച ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ അമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുത്ത താരങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു മരണാനന്തര കർമ്മങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നതിന്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു മരണം നടന്ന് ഒരു വ്യക്തിയെ, അതായത് ഒരു വ്യക്തി മരണപ്പെട്ട് ആ ഒരു വ്യക്തിയെ മണ്ണിൽ ലയിച്ച് ചേർന്നിട്ടില്ല, അതിനു മുമ്പായിട്ട് പരദൂഷണമായിട്ട് ഓരോന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് ആരുടെ കാര്യമാണ് പറയുന്നതെന്ന്. അത് ആരുടെയും കാര്യമല്ല കേട്ടോ, നമ്മുടെ ഈ മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം അനുജന്റെ കാര്യമായിട്ടോ പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ അനുജന്റെ മകൻ എന്ന് പറയുന്ന ഒരു പരദൂഷണ പാരയുടെ കാര്യമാണ് പറയുന്നത്. അതായത് ആ ഒരു മരണം കഴിഞ്ഞതേ ഉള്ളൂ, ഉടനെ തന്നെ ഈ പുള്ളിക്കാരൻ മുണ്ടുമടക്കി ഉടുത്ത് കുറെ നുണയും കൊതിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം എന്താണ്? അസൂയ കുശുമ്പ്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇയാൾക്കൊക്കെ ഉളുപ്പുണ്ടോ, ഇയാൾക്കൊക്കെ ബോധമുണ്ടോ, എന്തെങ്കിലും വകതിരിവുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും അയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത് എന്നറിയാനായിട്ട് നിങ്ങളിൽ പലർക്കും ആകാംക്ഷ ഉണ്ടാവാം. അതെന്തായാലും ഞാൻ ഇവിടെ വച്ചു തരാം. അതൊന്ന് കണ്ടിട്ട് ഇതേക്കുറിച്ചിട്ട് ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ മോഹൻലാലിന്റെ അച്ഛൻ്റെ അനിയനെ പോനാണ്, നേരെ ചേട്ടാനിയും മക്കളാണ്. ഇത്രയും മോശമായിട്ടൊരു സാധനം 8 കോടി രൂപയാണ് മോഹൻലാൽ മേടിച്ചേക്കുന്നത്. വിനായകനെ കുറിച്ച് എന്താ അവിടെ? പുള്ളിയുടെ കഴിവ് പല ആൾക്കാരും എന്താ പുള്ളി മോശമായ ഒരു ജാതിയാണെന്ന് പറഞ്ഞ് പുള്ളിയെ പുറകോട്ടാക്കി. ഇത് ഈ മോഹൻലാലിന് 8 കോടി കൊടുക്കേണ്ട എന്താ കാര്യം? അല്ലെ മോഹൻലാലും മറ്റേ ഇവരൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല. രജനീകാന്തും ഈ വിനായനുമാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. വിനായകനെ കൊടുത്തേ പറ്റുള്ളൂ. കാര്യം വെച്ചാല് കമലഹാസന്റെ വിക്രം സിനിമ എടുത്തപ്പോഴത്തേക്ക് ഡയറക്ടർക്ക് പുള്ളി കാർ മേടിച്ചു കൊടുത്തു. അറിയാമല്ലോ, ഇതിനകത്ത് എന്തൊരു അനീതിയാണ്. പുള്ളി ഇത് വരുമല്ലോ വെളിയിൽ, ഒടിയനില് ഇഞ്ചക്ഷൻ എടുത്തു, മറ്റേ എന്താണ് ബോട്ടക്സ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അതിനുശേഷം എന്തെങ്കിലും ആക്ഷൻ പുള്ളിക്കുണ്ടോ? കണ്ണുപോലെ നിങ്ങൾ നോക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. തേന്മാൻ കൊമ്പത്തോ അല്ലെങ്കിൽ കിലുക്കോ ഏതെങ്കിലും സിനിമ നിങ്ങൾ മോഹൻലാലിനെ നോക്കും. ഇപ്പൊ ഉള്ള മോഹൻലാലാണോ? എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോഹൻലാൽ. എന്നാലും ഞാൻ പറയുകയാണ്, നിർത്തേണ്ട സമയം കഴിഞ്ഞു. കാര്യം എലോണിന് ഞാൻ ആന്റണി പെരുമ്പാവൂരിനെ കേൾപ്പിച്ചു. തിയേറ്ററിൽ ഇരുന്ന ആൾക്കാർ തെറി വിളിക്കുന്നു. മമ്മൂട്ടി അങ്ങനല്ല. പുള്ളി ഇനിയും ഒരു 5 വർഷം കൂടെ സുഖമായിട്ട്, അല്ലെ 10 വർഷം സുഖമായിട്ട് പോകും. ഒത്തിരി പറയാം. ഞാൻ അതായത് ഈ പുള്ളിക്കാരൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മോഹൻലാൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏത് സിനിമയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതേക്കുറിച്ചിട്ട് അദ്ദേഹം വിശദമായിട്ട് പറയുന്നില്ല. എന്തായാലും മോഹൻലാൽ അഭിനയിച്ച ഒരു ചിത്രത്തിന് 8 കോടി രൂപയാണ് അദ്ദേഹം പ്രതിഫലം മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിൽ തന്നെ ഈ പറയുന്ന വിനായകനും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. വിനായകന്റെയും രജനീകാന്തിന്റെയും അഭിനയമാണ് ആ ഒരു സിനിമയെ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ പുള്ളിക്കാരനുണ്ടല്ലോ, വിനായകനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലാലേട്ടന് കൊടുത്തതുപോലെയുള്ള വൻ തുക കൊടുക്കേണ്ടിയിരുന്നത് എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിനായകനെ ജാതി അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. എടോ, തന്നെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധിയെന്നെങ്കിലും വിളിക്കായിരുന്നു. ഇത് അതും ഇല്ലാതായിപ്പോയല്ലോടോ. തനിക്കൊക്കെ നാണമില്ല? ഇന്നത്തെ കാലത്തിൽ ആരെങ്കിലും ജാതിയും മതവും നോക്കിയാണോടോ മനുഷ്യനെ വിലയിരുത്തുന്നത്? ജാതിയൊക്കെ പണ്ട് കാലത്തെ കാട്ടിലെറിഞ്ഞ കാര്യങ്ങളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസമുള്ളതിന്റെ പേരിൽ ആർക്കും ജാതി ഒരു വിഷയമായിട്ട് തോന്നത്തില്ല. എന്നാൽ നിങ്ങൾക്ക് പലരും ചോദിക്കായിരിക്കും, വിദ്യാഭ്യാസവും ജാതിയുമായിട്ട് എന്താണ് ബന്ധമെന്ന്. നിങ്ങൾക്കറിയുമോ, ഇന്നത്തെ കാലത്ത് സ്കൂളിൽ നമ്മൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തേക്കുന്നു. പക്ഷേ ആ ഒരു ഉച്ചഭക്ഷണം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും വട്ടത്തിന് ഇരുന്നിട്ട് കറികൾ ഷെയർ ചെയ്തായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് പല കുട്ടികളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാവരും കൂടി ഒരിടത്ത് ഒരുമിച്ചിരിക്കും, ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം എടുക്കും, എല്ലാവരും കൂടി ഒരുമിച്ച് കൈയിട്ടലമ്പി കഴിക്കും, അടുത്ത ആളിൻ്റെത് എടുക്കും, വീണ്ടും കഴിക്കും, വീണ്ടും അടുത്ത ആളിൻ്റെത്. അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഒത്തൊരുമയോടുകൂടി കഴിയുന്നത്. സ്കൂളുകളിലായാലും കോളേജുകളിലായാലും ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ എവിടെയാണോ ജാതിയും മതവും നോക്കാനായിട്ട് പിള്ളേർ നിൽക്കുന്നത്? അതാണ് ഇന്നത്തെ തലമുറയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു വിഷയത്തിൽ നമ്പർ 1 എന്നേ ഞാൻ പറയത്തുള്ളൂ.
അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന വിനായകനെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തി എന്ന് പറയുമ്പോൾ ആരാടോ മാറ്റി നിർത്തിയത്? താൻ മാറ്റി നിർത്തിയോ? തന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും മാറ്റി നിർത്തിയോ? അല്ലാണ്ട് ആര് മാറ്റി നിർത്തിയെന്നാണ്? വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരിക്കുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അദ്ദേഹം കൂടെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന അപരാധങ്ങളും തെറിവിളികളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നതാണ്. കൂടെ പുള്ളിക്കാരന്റെ പേരിൽ കേസ് എടുക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം അതിൽ നിന്നെല്ലാം ജയിലിൽ പോലും കിടക്കേണ്ട സാഹചര്യം വരാതെ തന്നെ ഒഴിവായി പോവാറുമുണ്ട്. നമ്മൾ കണ്ടതാണ് അയാൾ എയർപോർട്ടിൽ വെച്ച് കാണിച്ചത് ബഹളങ്ങളും പ്രശ്നങ്ങളും, അതുപോലെ തന്നെ പുള്ളിക്കാരൻ വീട്ടിൽ കാണിച്ചിട്ടുള്ള തെറിവിളികളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന വിനായകനെ ജാതിയുടെ കാര്യത്തിൽ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ഈ ലാലേട്ടിന് കൊടുക്കാനുള്ള 8 കോടി രൂപ കൊടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ തന്റെ തലയ്ക്കകത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താൻ പറഞ്ഞില്ലേ ജാതിയുടെ കാര്യം ഇവിടെ എടുത്ത് താൻ ഇട്ടത് കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വേടനെ എന്തുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇത്രയധികം സ്ഥാനം നേടി? വേടൻ റാപ്പ് മ്യൂസിക്, സത്യം പറയുകയാണെങ്കിൽ റാപ്പ് മ്യൂസിക്കിനോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. വേടന്റെ പാട്ടിനോട് എനിക്ക് ഒരു തരത്തിലും താല്പര്യമില്ല. പക്ഷെ എന്നാൽ പോലും പറയേണ്ടത്, ജാതി അടിസ്ഥാനത്തിൽ വിനായകനെ മാറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജാതി അടിസ്ഥാനത്തിൽ വിനായകന് ഇത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ, വേടന് നമ്മുടെ കേരളക്കര കൊടുക്കുന്ന സപ്പോർട്ട് എത്ര വലുതാണ്. അത് കാണണമെങ്കിൽ താൻ തന്റെ കണ്ണ് ഇറുക്കി വെക്കാതെ കണ്ണ് തുറന്നങ്ങോട്ട് നോക്കണം. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അന്നും ഇന്നും എന്നും ഒരു തേങ്ങലായിട്ട് അവശേഷിച്ച ഒരു കലാകാരനായിരുന്നു നമ്മളെ എല്ലാവരെയും അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മണിച്ചേട്ടൻ. അദ്ദേഹത്തെ ആരെങ്കിലും ജാതി അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇന്നും അദ്ദേഹം ഓരോ ജനങ്ങളുടെയും ഹൃദയത്തിൽ അദ്ദേഹത്തിന് അന്നത്തെ ആ ഒരു അന്ന് ആ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ആ ഒരു വെള്ളിത്തിരയിൽ തിളങ്ങി നിന്നത്, ആ സമയത്തുള്ള അതേ സ്നേഹവും അതേ ബഹുമാനവും അതേ ഇഷ്ടവും ഓരോ മലയാളികളുടെയും ഹൃദയത്തിനുള്ളിൽ മണിച്ചേട്ടനോടുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള ആ ഒരു തേങ്ങൽ മാത്രമാണ് അവശേഷിക്കുന്നത് എന്ന് മാത്രം. അങ്ങനെയുള്ള സമൂഹത്തിലാണ് താൻ ഈ ജാതിയുടെ കാര്യം പറയുന്നത്. ശരിക്കും താൻ ഇവിടെ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം, നല്ല ഒന്നാം തരം കുശുമ്പ് തന്നെയാണ് തനിക്കുള്ളത്. ഈ പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന സ്വന്തം സഹോദരൻ ഇതുപോലെ പണം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തനിക്ക് ഭയങ്കരമായ കിർമികടി ഉണ്ടാവുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ പൊന്ന് സഹോദര, നിങ്ങൾ ചെന്നിട്ട് നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ കുറച്ച് കൃമിശല്യത്തിൻ്റെ മരുന്ന് മേടിച്ച് കഴിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ കപ്പയ്ക്ക് കിട്ടുമെങ്കിൽ അത് മേടിച്ച് കുറച്ച് പച്ചയ്ക്ക് സമൂല തന്നെ കഴിക്കുക. ആ മരത്തോടെ പുഴുത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ. കാരണം ഇത്രയധികം അസൂയയും കുശുമ്പും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ, അതും ആ ഒരു മരണാനന്തര കർമ്മങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതേ ഉള്ളൂ, അതിനകം വെച്ച് ഇയാൾക്ക് പറഞ്ഞോളാൻ വയ്യായിരുന്നു. ഇയാൾ ചാനലുകാരോട് ഇത് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ. ഈ മോഹൻലാലിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അയാൾ സാധാരണ മറ്റുള്ള നടന്മാരെ അപേക്ഷിച്ച് എല്ലാവരോടും വളരെ സോഷ്യലായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. വളരെ സൗമ്യമായ പെരുമാറ്റവും, എല്ലാവരോടും പുഞ്ചിരി, വളരെ വശ്യമായിട്ടുള്ള പുഞ്ചിരി, ഇതൊക്കെയാണ് നമ്മളെല്ലാവരുടെയും ഹൃദയത്തിലുള്ളൊരു ലാലേട്ടൻ. ഇതല്ലാതെ കുടുംബത്തിനുള്ളിൽ ഭയങ്കര ഭീകരനായിട്ടുള്ളൊരു ലാലേട്ടനാണോ അദ്ദേഹം ഒന്നും നമുക്കറിയില്ല. ഇനി എന്ത് ഭീകരനാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇങ്ങനെ ദുഷിക്കേണ്ട കാര്യം എന്താണ്? അദ്ദേഹം 8 കോടി രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ആളിന് അറിയാമല്ലോ 8 കോടിയാണ് ഇദ്ദേഹത്തിന് ഈ ഒരു ഫിലിമിൽ കൊടുക്കുന്നതെന്ന്. എന്തായാലും അദ്ദേഹത്തിന് ഒരു 8 കോടി രൂപ അദ്ദേഹം പ്രതിഫലം മേടിക്കുമ്പോൾ അത് കൊടുക്കുന്ന പ്രൊഡ്യൂസർക്ക് അറിയാം. ആ ഒരു സിനിമയിൽ അദ്ദേഹം 8 കോടി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വെച്ച് അഭിനയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ കൊടുത്തേ മതിയാവൂ. സിനിമ പൊളിയുന്നതും പൊളിയാത്തതും പിന്നത്തെ കാര്യമാണ്. ഇപ്പോൾ സിനിമ പൊളിയുമെന്ന് കരുതിയിട്ടല്ല ആരും സിനിമയ്ക്ക് പ്രതിഫലം കൊടുത്ത് നായകനെ ആയാലും നായികയെ ആയാലും ബുക്ക് ചെയ്യുന്നത്. അവരുടെ കോൾ ഷീറ്റ് മേടിക്കുമ്പോൾ ആ ഒരു സിനിമ പൊളിയുമെന്നുള്ള ധാരണയിലല്ല. സിനിമ പൊളിഞ്ഞു എന്ന് കരുതിയിട്ട് മേടിക്കുന്ന പണം ആരും തിരിച്ചു കൊടുക്കത്തുമില്ല. പണത്തിന് വേണ്ടിയല്ലേ മനുഷ്യർ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ മേടിക്കുന്ന പ്രതിഫലം ആരെങ്കിലും തിരിച്ചു കൊടുക്കാൻ തയ്യാറാവോ? ആരും തയ്യാറാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡയലോഗുകളൊന്നും ഇങ്ങോട്ട് അടിച്ചിറക്കണ്ട. പിന്നെ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒടിയനിൽ ഇഞ്ചക്ഷൻ എടുത്തത് മൂലം ഈ പറയുന്ന ലാലേട്ടൻ്റെ മുഖത്ത് ശരിക്കും അഭിനയം വരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലും കിലുക്കം എന്ന് പറയുന്ന സിനിമയിലും ആ ഒരു കാലഘട്ടത്തിലുള്ള സിനിമയിലൊക്കെ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന മോഹൻലാലിന് ഇന്ന് നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒടിയൻ എന്ന് പറയുന്ന സിനിമയിൽ ഇഞ്ചക്ഷൻ ചെയ്തതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ്റെ പാർശ്വഫലമായിട്ട് അദ്ദേഹത്തിന് ശരിക്കും മുഖത്ത് നവരസങ്ങളൊന്നും വിരിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയമാണ് അദ്ദേഹം ഇവിടെ എടുത്തു വെക്കുന്നത്. ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഒടിയന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്തത് മൂലം ഈ പുള്ളിക്കാരൻ്റെ മുഖത്ത് ഇപ്പോൾ അഭിനയം ഒന്നും വരുന്നില്ല. തേന്മാവിൻ കൊമ്പത്തിലും അതുപോലെ കിലുക്കത്തിലും ഒക്കെ അഭിനയിച്ച മോഹൻലാൽ അല്ല ഇപ്പോഴുള്ളത് എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അതിനിവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയും അതുപോലെ കിലുക്കം, പിന്നെ പവിത്രം, ആ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ള മോഹൻലാലിൻ്റെ പ്രായം എത്രയാണ്, ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം എത്രയാണ്, അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സ് നിറയെ ചെളിയും കുശുമ്പും വിദ്വേഷവും മാത്രമായിട്ടിരുന്നാൽ ഒന്നും തലയ്ക്കകത്തോട്ടേക്ക് കയറത്തില്ല.
പിന്നീട് ഇയാൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ അഭിനയം നിർത്തിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എന്നാണ് ഈ വിദ്വാൻ പറയുന്നത്. അതായത് ലാലേട്ടനെ വെച്ച് സിനിമ എടുക്കുന്നത് നിർത്തേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. അല്ല, ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്റെ എവിടെയെങ്കിലും കയറി കൊള്ളുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. തനിക്ക് എവിടെയാണോ തട്ടുന്നത് അദ്ദേഹം അഭിനയിക്കുമ്പോഴത്തേക്ക്? ഇത് കാണുന്ന ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. സിനിമ എന്ന് പറയുന്നത് ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ പൊളിയും. അത് ഇവരുടെയൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള എത്രയോ സിനിമകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്, 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. അത് അവരുടെ ചെറുപ്പകാലത്തിലാണ്. അതുകൊണ്ട് പുറത്തു വരുന്ന എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. ചില സിനിമകൾ വിജയിക്കും, ചിലത് വിജയിക്കാതെ പോകും. എന്നിട്ട് ഇയാൾ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മമ്മൂക്കയ്ക്കാണെങ്കിൽ, അതായത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് സിനിമാ ഫീൽഡ് വിടേണ്ട സമയം കഴിഞ്ഞു. അതേസമയം മമ്മൂക്കയാണെങ്കിൽ ഇനിയും 10 വർഷം സിനിമാ ഫീൽഡിൽ നിലനിൽക്കുന്നതാണ് ഇയാൾ പറയുന്നത്. ഇയാളെ തലയ്ക്കകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. മമ്മൂക്ക ഇനിയും 10 വർഷം, എങ്ങനെയാണ് മമ്മൂക്ക ഇനിയും 10 വർഷം സിനിമയിൽ നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? മമ്മൂക്കയ്ക്ക് ഇപ്പോൾ എത്രയാ പ്രായം? മമ്മൂക്ക ഇപ്പം ആള് ഉശിരനാണ്, അടിപൊളിയാണ്, ചുള്ളനാണ്. മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കാണുമ്പോഴുള്ള, അതായത് ലാലേട്ടൻ്റെ വീട്ടിൽ അമ്മയുടെ മരണ കർമ്മത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട് വന്ന മമ്മൂക്കയുടെ രീതി വേറെ. മമ്മൂക്ക നേരെ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ചുള്ളനായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്ന് കരുതി ഇനിയും 10 വർഷം ഈ ഫീൽഡിൽ അദ്ദേഹം തുടരും എന്നൊന്നും ആർക്കും നിർവചിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. കാര്യം അതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും നമുക്ക് ഇപ്പോഴേ നിർവചിക്കാൻ കഴിയുകയില്ല. എന്താ ലാലേട്ടൻ എന്താ 10 വർഷം സിനിമാ ഫീൽഡിൽ തുടർന്നാൽ പറ്റത്തില്ലേ? തനിക്ക് എന്തിനാ ഇത്രയധികം കണ്ണുകടി? ഇത്രയധികം കണ്ണുകടി മനസ്സിൽ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അനിയനാണ് എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തനിക്ക് ഒരു ഉളുപ്പും ഇല്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേടോ? ഒട്ടും ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും ആ ഒരു 8 കോടി കിട്ടിയതിൽ നിന്ന് 8 രൂപ തനിക്ക് കിട്ടാത്തതിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷനാണ് താൻ ഇവിടെ വന്ന് ഛർദ്ദിച്ച് വെക്കുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വീടിനകത്ത് ഉള്ള ആളുകൾ ഇങ്ങനെയൊക്കെ കുശുമ്പും കുന്നായ്മയും അതുപോലെ ഉള്ള ആളുകളാണെങ്കിൽ പോലും ഈ വീടിന് പുറത്ത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ വളരെ സ്നേഹത്തോടു കൂടി, വളരെ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമൂഹം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതുപോലെയുള്ള മൂഢത്തരങ്ങൾ വിളിച്ച് പറഞ്ഞ് സ്വയം മൂഢനായിട്ട് മാറാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു വ്യക്തിയോട്. ഈ ഒരു വ്യക്തി പറയുന്ന ഈ ഒരു വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുശുമ്പും കുന്നായ്മയും നെഞ്ചിലിരുന്ന് കഴച്ച് സഹിക്കാൻ വയ്യാതെ അണ പൊട്ടി വന്നതാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണുക. നിങ്ങളുടെ അസൂയക്കും കുശുമ്പും ഇന്നത്തെ കാലത്തും 2026 ആയി എങ്കിലും മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും താൽക്കാലികമായിട്ടൊരു കൗൺസിലിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് ഇത്തിരി ശാന്തി കിട്ടും. എന്തായാലും ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.